ഡോക്ടർ അരുൺകുമാറിനെതിരെ ഒരു ആയുധം കിട്ടി വച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന യൂത്തന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സോ സാഡ്. അതായത് കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ യൂത്തന്മാരുടെ അവസ്ഥ. ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു പേര് അങ്ങ് സങ്കല്പിച്ചെടുക്കുവാണ്. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു, വാർത്തകൾ വരുന്നു, ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിംഗ് എഡിറ്ററുടെ പേര് വരുന്നു. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. അതൊന്നും ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പേര് പറയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയ ഒരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ കൺസൾട്ടിംഗ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും, അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാൻ ഒരു എൻവയൺമെന്റ് ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് കുറിപ്പ് റിപ്പോർട്ടർ ചാനലിലെ മുൻ മാധ്യമ പ്രവർത്തക കഴിഞ്ഞ മെയ് മാസത്തിൽ അവിടെ നിന്ന് റെസിഗ്നേഷൻ ചെയ്തു പോയ, അല്ലെങ്കിൽ അവിടെ നിന്ന് രാജിവെച്ച് പോയ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു യുവ മാധ്യമ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇവരുടെ കയ്യിൽ കിട്ടിയ ആയുധം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾ പരാതിപ്പെടുന്നില്ല എന്നതിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ചതാണ്.